വെബ്സൈറ്റിനുള്ള ഇമേജസ് ഗൂഗിളിൽ നിന്ന് എടുത്താൽ പോരെ? അങ്ങനെയാ നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഫൈൻ അടയ്ക്കാൻ കുറെ പൈസ കൂട്ടി വെച്ചു. ഈ ഒരു ന്യൂസ് നമ്മൾ എല്ലാവരും കണ്ടു കാണും, കോപ്പിറൈറ്റ് ഇഷ്യൂ. അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ നിന്നാണ് ഇമേജസ് എടുക്കാൻ ചിന്തിക്കുന്നെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കി. ആ ഫോട്ടോയുടെ റിയൽ ഓണർ നിങ്ങൾക്കെതിരെ കോപ്പിറൈറ്റിന് കേസ് കൊടുത്താൽ നിങ്ങൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഞാൻ ഈ പറയാൻ പോകുന്ന 3 വെബ്സൈറ്റുകൾ മാത്രം മതി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നല്ല ഹൈ ക്വാളിറ്റി ഇമേജസ് വെബ്സൈറ്റിന് വേണ്ടി ചൂസ് ചെയ്യാം. വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്ന ആ ടിപ്പും കൂടെ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടിലും നിങ്ങൾ ഉറപ്പായിട്ടും സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. ഞാനെപ്പോഴും ഈ ഒരു ഓർഡറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ പിക്സൽസ് നോക്കും, അവിടുന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ അൺസ്പ്ലാഷ് നോക്കും, എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ പിക്സാബേ നോക്കും. ഈ 3 വെബ്സൈറ്റിൽ നിന്ന് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇമേജസ് കിട്ടിയിരിക്കും. ഈ വെബ്സൈറ്റിനുള്ള എല്ലാ ഇമേജസും ഞാൻ പിക്സൽസിൽ നിന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിന്റെയാണ് ഇമേജ് സെർച്ച് ചെയ്യുന്നത്, ഡയറക്റ്റ് ആയിട്ട് അത് സെർച്ച് ചെയ്യാതെ ആ ഇമേജ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മൂഡിനെ സെർച്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഈ കാന്താരി റെസ്റ്റോറന്റിന് നമ്മളുടെ കോൺടാക്ട് പേജ് ഫൈൻഡ് അസ് എന്ന് പറയുമ്പോൾ ഈ അസ് എന്ന് പറയുന്നത് കാന്താരി ആണല്ലോ. അപ്പൊ നമ്മൾ അതിനൊരു കാന്താരിയുടെ ഇമേജസ് കാണിച്ച് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നു. സെയിം ഗോസിയ അവർ എന്ന് നമ്മൾ പറയുമ്പോൾ ഇതൊരു കേരളമാണ്, കേരളത്തിനെയാണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത്. സോ നിങ്ങളും നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വെബ്സൈറ്റിന് എന്താണെങ്കിലും ഒരു ക്ലാസ് ലുക്ക് കിട്ടും. ഇനി നാളെ ഞാൻ ഈ 104 ഇമേജസ് എങ്ങനെ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്തതെന്ന് പറഞ്ഞുതരാം.